നമസ്കാരം ദോഹ. വീണ്ടും മമ്മൂക്കായുടെ ഖത്തറിൽ വരാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ അഭിമാനമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വെറുതെ ഒറ്റയ്ക്കേണ്ടി വന്നൊരു കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ വരുമ്പോൾ അതിന് പ്രത്യേക ഒരു വെയിറ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുന്നത്. മറ്റേതൊക്കെ സിനിമകൾ നമ്മൾ അഭിനയിക്കുമ്പോഴും ഉള്ള ഒരു സുഖം വേറെയാണ്. പക്ഷേ മമ്മൂക്കായോട് അഭിനയിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സുഖമാണ്, അഭിമാനമാണ്. പ്രത്യേകിച്ച് നല്ല കഥാപാത്രങ്ങൾ എല്ലാ കാലത്തും മമ്മൂക്കായോട് അഭിനയിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ദളപതി, എന്നെ സുഹൃതം ചെയ്തു, വല്യേട്ടൻ ചെയ്തു, രാജമാണിക്യം ചെയ്തു, മായാവി ചെയ്തു, പഴശ്ശിരാജ ചെയ്തു, കാഴ്ച ചെയ്തു, ബിഗ് ബി ചെയ്തു. എല്ലാ ഹിറ്റ്സുമാണ്. ഇതിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും വലിയ മനസ്സുള്ള ഭാരതത്തിൻ്റെ അഭിമാനമായ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ കൂടെ ഖത്തറിൽ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ, വീണ്ടും ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ നല്ല സായനത്തിൽ ദോഹ ഖത്തറിലെ എല്ലാ പ്രവാസി മലയാളികളും കാത്തിരിക്കുന്നു. അർഹിക്കുന്ന അംഗീകാരം നൽകേണ്ട സമയത്ത് കൃത്യമായി അടയാളപ്പെടുത്തൽ നിർവഹിക്കേണ്ട സന്ദർഭം കൈരളി TV നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്ന മൊഹബത്ത് ആൻഡ് വിത്ത് മമ്മൂക്കയിൽ ബഹുമുഖ പ്രതിഭാ പുരസ്കാരം ഈ നമ്മുടെ സ്വന്തം മനോജേട്ടനല്ലാതെ വേറെ ആർക്ക് സമ്മാനിക്കാനാണ് അല്ലേ? പഴശ്ശിരാജ എന്ന സിനിമയുടെ ചർച്ചാവേളയിൽ പഴശ്ശിരാജ ആയിരുന്നില്ല അന്നെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമ. ശ്രീ MT വാസുദേവൻ നായരും ശ്രീ ഹരിഹരനും കൂടെ സംസാരിച്ചത്, ചർച്ച ചെയ്തത് തലയ്ക്കൽ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അധികരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അന്ന് എന്നോട് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടതും തലയ്ക്കൽ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. തലയ്ക്കൽ ചന്തുവിൻ്റെ കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇടച്ചേന കുങ്കനും പഴശ്ശിരാജയും ഒക്കെ കഥാപാത്രങ്ങളായി വരും. ആ ചർച്ച അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തലയ്ക്കൽ ചന്തുവിൻ്റെ വേഷം, തലയ്ക്കൽ ചന്തുവിൻ്റെ രൂപമൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് തലയ്ക്കൽ ചന്തുവിൻ്റെ കഥ എടുക്കുമ്പോൾ പഴശ്ശിരാജയ്ക്ക് കഥയുണ്ടാവും, പക്ഷേ പഴശ്ശിരാജയായിട്ട് ആരഭിനയിക്കും എന്നുള്ളത് ഒരു ചോദ്യം ഉയർന്നപ്പോഴാണ് എന്തുകൊണ്ട് പഴശ്ശിരാജയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ എടുത്തുകൂടാ എന്ന് ചിന്ത വന്നത്. അങ്ങനെയാണ് തലയ്ക്കൽ ചന്തു എന്ന് ഞാൻ പഴശ്ശിരാജയായി മാറുന്നത്. പക്ഷേ തലയ്ക്കൽ ചന്തു ആകാനുള്ള ഭാഗ്യം ശ്രീ മനോജ് K ജയനാണ് കിട്ടിയത്. തീർച്ചയായിട്ടും ഇപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ വലിപ്പവും പ്രാധാന്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. തലയ്ക്കൽ ചന്തു ശരിക്കും പറഞ്ഞാൽ ഒരു ആദിവാസി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് ആ കഥാപാത്രം. ഒരുപക്ഷെ ഞാൻ ചെയ്താൽ നന്നാവുന്നതിനേക്കാൾ ഏറെ നന്നാക്കാൻ ശ്രീ മനോജ് K ജയന് സാധിച്ചു. അത് വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അത് ആ സിനിമയിൽ 4 പ്രധാന കഥാപാത്രങ്ങളിൽ ഒരു പ്രധാന കഥാപാത്രമായി തന്നെയാണ് മനോജ് K ജയൻ്റെ തലയ്ക്കൽ ചന്തു എന്നുള്ളത്. തലയ്ക്കൽ ചന്തുവിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള തലയ്ക്കൽ ചന്തുവിൻ്റെ പങ്ക് ആ സിനിമയിൽ വളരെ വ്യക്തമാകുന്നുണ്ട്. ഒരു ചരിത്ര വീരപുരുഷൻ്റെ കഥാപാത്രമാണ് മനോജ് K ജയൻ ആ സിനിമയിൽ ചെയ്തത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഈ ദോഹക്കാരോട് മാത്രം പറയുന്ന ഒരു രഹസ്യമാണ്. ഇനിയിപ്പോൾ അത് രഹസ്യമല്ല, പരസ്യമായി കഴിഞ്ഞു. വളരെ സന്തോഷപൂർവ്വമാണ്, വളരെ അഭിമാനപൂർവ്വമാണ് ഞാൻ മനോജ് K ജയന് ഈ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഒരു വലിയ ഭാഗ്യമാണ്, മഹാ അഭിമാനമാണ്. അതിനോടൊപ്പം ഇങ്ങനെ ഒരു അവാർഡ്, കുറച്ച് അവാർഡുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, സംസ്ഥാന അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ വളരെ സ്പെഷ്യലായിട്ട് ഞാൻ ഈ അവാർഡിനെ കാണുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, മനസ്സ് തുറന്ന് പറയാണ്.